നമ്മളിനി മറ്റു വാർത്തകളിലേക്ക് വരുന്നു. വിയ്യൂർ ജയിലിൽ ക്രൂരമർദ്ദനമേറ്റ കോയമ്പത്തൂർ സ്വദേശിക്ക് ചികിത്സ ലഭ്യമാക്കിയിട്ടില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. എന്തായാലും കോയമ്പത്തൂർ സ്വദേശിക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഇന്നലെ മീഡിയ വൺ നൽകിയിരുന്നു. കോയമ്പത്തൂർ ഇക്കടം സ്വദേശി മുഹമ്മദ് അസ്റുദ്ദീനാണ് ജയിൽ അധികൃതർ ചികിത്സ നിഷേധിച്ചത്. മുതുകിൽ ലാത്തി കൊണ്ട് ക്രൂരമർദ്ദനമേറ്റതിന്റെ പാടുണ്ടെന്നും പിതാവ് ഹംസ മീഡിയ വണ്ണോട് പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന അസ്റുദ്ദീനെ സന്ദർശിച്ച ശേഷമായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3 ദിവസം മുൻപ് ക്രൂരമായ മർദ്ദനത്തിനിരയായ മുഹമ്മദ് അസ്റുദ്ദീൻ എന്ന കോയമ്പത്തൂർ സ്വദേശി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. അയാൾക്ക് ഈ മർദ്ദനത്തിൽ ഗുരുതരമായി പരുക്കേറ്റിരുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതുവരെ ആയിട്ടും ചികിത്സ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നിരുന്ന വിവരം. പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് അസ്റുദ്ദീനെ സന്ദർശിച്ച പിതാവും ഒപ്പം ബന്ധുവും പറയുന്നത്. പുറത്ത് കാര്യമായ രൂപത്തിൽ ശരീരമാകഭാഗം അടിയോ ലാത്തി കൊണ്ടുള്ള അടിയേറ്റതിൻ്റെ പരിക്കുകൾ കാണാനുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മുഹമ്മദ് അസ്റുദ്ദീൻ്റെ പിതാവ് ഹംസയും അതുപോലെ തന്നെ ബന്ധുവായിട്ടുള്ള ബഷീറും നമ്മോടൊപ്പം ചേരുകയാണ്. അസ്റുദ്ദീൻ ഇന്ന് കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട് അസ്റുദ്ദീൻ? എവിടെയാണ് പരിക്ക്? എന്താണ്? ദൂരമായിട്ട് അടിച്ചിട്ടുണ്ട്. മുതുകിൽ ഒന്നായിട്ട് ബാക്ക് സൈഡിൽ മുതുകിൽ ഒന്നായിട്ട് ലൈനായിട്ട് അത് ലത്തി കൊണ്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ കാലിലും 2 കാലിലും അതുണ്ടല്ലോ മുട്ടി, അതിന് താഴേക്ക് നിറയാതെ ഫുള്ളായിട്ട് അങ്ങനെ വരിയായിട്ട് ഫുള്ളായിട്ട് ഇതുണ്ട് അടിച്ചത്. എന്താ അസ്റുദ്ദീനോട് സംസാരിച്ചപ്പോൾ അവനെന്താ പറഞ്ഞു? അത് മെല്ലെ പറയണുള്ളൂ. ഭയങ്കര വേദന ഉണ്ട്. അതോട് കുഞ്ഞു ആശുപത്രി പുറത്തൊന്നും കൊണ്ടു നോക്കിയിട്ടില്ല. എത്ര ആൾക്ക് മുണ്ടേ തന്നെ വയ്യ. അത്ര പുറത്ത് ചികിത്സയൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇഞ്ഞും കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുന്നുണ്ട്. എസ്കാർട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇഞ്ഞും കൊണ്ടുപോയിട്ടില്ല. ഇത്ര സംസാരിക്കാൻ തന്നെ വയ്യ, ഭയങ്കര നടക്കാനും വയ്യ, ബുദ്ധിമുട്ട്. അസ്റുദ്ദീനെ பார்த்தோம், நேரில் பார்த்தப்ப சொன்னார் 13ஆம் தேதி நைட்டு லாக்அப் டைம் ஒரு போலீஸ் ஆஃபீஸர் அனுஃபா என்னமோ பேர் சொன்னார். அவர் எல்லாத்தையும் லாக்அப் பெறும்போது இவர் ரொம்ப அசிங்கமான வார்த்தையில், கெட்ட வார்த்தையில், ரொம்ப மோசமான ஒரு வார்த்தையிலையும் மத ரீதியாகவும் கெட்ட வார்த்தையிலையும் அவர் பேசப்போ மனோஜ் கேட்டிருக்காரு. அவர் 1000 குற்றவாளியாகவே இருந்தாலுமே அவர் ஒரு மனுஷன் தானே, நீங்கள் ஏன் அவரை இவ்வளோ அசிங்கமாக பேசுகிறீங்க, பேசக்கூடாதுன்னு சொன்னப்போ மனோஜையும் அசாரி கிட்டத்தட்ட 2.5-3 மணி நேரமாக லாக்கப்புக்கு அப்புறம் தனியாக அடிச்சிருக்காங்க. அடித்ததில் மனோஜ் ரொம்ப சீரியஸாக இருக்கார், ரொம்ப அடிபட்டு இப்போ திருவனந்தபுரம் ஹாஸ்பிட்டலில் அவர் இருக்கார். இது எந்த தகவலுமே எங்களுக்கு தெரியாது, வீட்டுக்கும் தெரியாது. கேரளா நியூஸ் எல்லாம் பார்த்த பின்ன தான் கேரளாலேருந்து ஒருத்தவங்க கூப்பிட்டு எங்களுக்கு தகவல் சொல்லி தான் எங்களுக்கு தெரியும் இந்த விஷயமே. அதுக்கப்புறம் தான் நாங்கள் சிறைத்துறை கூப்பிட்டோம், விய்யூர் ஜெயிலுக்கு கூப்பிட்டு ப்ராப்பர் ரெஸ்பான்ஸ் கிடையாது. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അടുത്ത നിയമ നടപടിയും കാര്യങ്ങളും എങ്ങനെയാണ്? அடுத்து அடித்தவங்க மேலே எஃப்ஐஆர் பதிவு பண்ணி ப்ராப்பராக அவங்கள விசாரணை பண்ணி அவங்களுக்கு தண்டனை கொடுக்கணும். ஏன்னா சிறையில் இருக்கிறவங்களுக்கு எந்த பாதுகாப்பும் இல்லாமல் இருக்குது. தமிழ்நாட்டிலேருந்து வந்திருக்கோன்னு சொன்னால் கேரளா இவ்வளோ பெரிய ஒரு சம்பவம் நடந்தது எங்களுக்கு பயமாக இருக்குது. அசாரோட உயிருக்கு எதாவது ஆபத்து இருக்குமோன்னு சொல்லி பயமாக இருக்குது. 6.5 வருஷம் ஆச்சு அசார் உள்ளே இப்போ வரை அசார் மேலே எந்த அலிகேஷனும் கிடையாது. அசாருதீன் எந்த இதுவும் பண்ணதில்லை, யாரையும் அப்படியான எதுவும் செஞ்சதில்லை. அசார் ஒரு நல்லவங்கிறனால தான் மனோஜ் என்ன பண்ணியிருக்காரு, அவருக்காக இது பண்ணிக்கிறார். அவர் முஸ்லீமாக இருந்தாலும் ஒரு இந்து அவர் கேட்குறாருன்னு சொன்னான்னா அசார் ஒரு நல்லவங்கிறனால தான் கேட்டிருக்காரு. ക്യാമറാമാൻ രാജേഷ് വടേരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ വൺ, കണ്ണൂർ.